ചായ തിളക്കുന്ന ടൈം മതി കേട്ടോ. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ മഴത്തൊക്കെ കുറിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മിക്സ്ചറിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇത് ബോട്ടിലൊക്കെ ആക്കിയിട്ട് കുറേ ദിവസം യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്ത് കോരിക്കുന്നത്. അത് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള നട്സുകളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് നിലക്കടലയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. നിലക്കടലയും വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ വറുത്ത് കോരുന്നത് പൊട്ടുകടലയാണ്, അതും വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒരു 5-8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അത് മസ്റ്റായിട്ടും ചേർക്കണേ. അതുകൂടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വറ്റൽമുളക് കീറിയിട്ട് അതും പെട്ടെന്ന് വറുത്ത് കോരാം, നമുക്ക് പെട്ടെന്ന് കളർ ചേഞ്ച് ആവും. പിന്നെ അത്യാവശ്യം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും വറുത്ത്. എല്ലാം ഒരു പാത്രത്തിലേക്ക് തന്നെ കേട്ടോ, ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അവില് ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിലുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അതും വറുത്ത് കോരി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് അതിലേക്ക് പിടിച്ചതിന് ശേഷം ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ഒരുപാടൊന്നും കൂടണ്ട. പിന്നെ 2 നുള്ള് കായപ്പൊടിയും ഒരുപാട് കൂടരുത് കേട്ടോ, ടേസ്റ്റ് വേറെ ടേസ്റ്റ് ആവും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ അടിപൊളി കറുമുറയായിട്ടുള്ള മിക്സ്ചർ റെഡി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.